ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രാധിക ചോദിക്കുകയാണ്, ഗീതുവിനെ നാളെ പറഞ്ഞു വിടാനായിട്ട് പാടില്ല, അവൾ ഒരിക്കലും ആ ഒരു ഇതിന് പോകാനായിട്ട് പാടില്ല എന്ന് കാഞ്ചനയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കാഞ്ചന പറയാണ്, എങ്കിൽ നമുക്കൊരു ഐഡിയ ചെയ്യാം. എന്ത് ഐഡിയ? അല്ല, ഈ ഇടയ്ക്ക് എന്നോട് ഗീതുപ്പാപ്പ ചോദിച്ചായിരുന്നു രാധിക മാമിൻ്റെ സൗന്ദര്യ രഹസ്യം എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, രാധിക മേഡം രാത്രി കിടക്കാൻ നേരത്ത് രക്തയന്ത്രം പുരട്ടിയിട്ടാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഇത്രയും സൗന്ദര്യമെന്ന്. ശേ, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയാനായിട്ട് പോയത്? അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല മേഡം, അങ്ങനെ പറഞ്ഞു, കാരണം രാധിക മേഡത്തിന് ഇത്രയും സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ രഹസ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയുകയും ചെയ്തു. അപ്പം എന്നോട് ഗീതുപ്പാപ്പ പറയാ, ദേ, നാളെ എനിക്ക് പോകാനുള്ളതാണ്, അതുകൊണ്ട് ഇന്ന് രാത്രി എൻ്റെ മുഖത്ത് കുറച്ച് രക്തയന്ത്രമൊക്കെ പുരട്ടി തരണം, അപ്പോൾ നാളെ എനിക്ക് സുന്ദരിയായിട്ട് പോകാമല്ലോ എന്ന്. നിനക്കിതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ കാഞ്ചനെ? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നീ എന്തിനാ അനാവശ്യമായ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് പോയത്? മേഡം, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ പറയുന്നത് കേട്ടിട്ട് മേഡം മറുപടി താ. രക്തചന്ദനം പുരട്ടി കൊടുക്കാനായിട്ട് പറഞ്ഞു, പക്ഷേ രക്തചന്ദനത്തിൽ നമുക്കൊരു പണി കൊടുത്താലോ എന്ന് ഈ കാഞ്ചന ചോദിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നമ്മുടെ രേഖ അങ്ങോട്ട് വരുന്നത്. അപ്പം രേഖ ഇതെല്ലാം കേൾക്കുകയാണ്. അപ്പം രേഖ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ നടുങ്ങി വിറച്ചൊരവസ്ഥയിൽ, ദൈവമേ, ഇവരെന്ത് പരിപാടിയാണ് ഈ പറയുന്നത്? പാവം ഗീതുവിന് അങ്ങനെ ഒരു അവസ്ഥ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നത്തിലാവല്ലോ. അപ്പോൾ രാധികയുടെ ചെവിയിൽ ഇങ്ങനെ ഓതി ഓതി കൊടുക്കുകയാണ് ഈ കാഞ്ചന. അപ്പോൾ കാഞ്ചനയുടെ ആ ഐഡിയ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രാധികയാണെങ്കിൽ, നിനക്കേതായാലും കാഞ്ഞ ബുദ്ധിയാണല്ലോ കാഞ്ചന. നന്നായി, ഇനിയിപ്പോൾ അങ്ങനെ തന്നെ വഴിയുള്ളു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവൾ നാളെ പോകാനായിട്ട് പോകുന്നില്ല. നാളെയെന്ന് മാത്രമല്ല, ഒരു മാസത്തേക്ക് അവൾ പുറത്തിറങ്ങില്ല. അതേപോലെ ആയി പോകും അവൾ. അപ്പോൾ കാഞ്ചനയും വലിയ സന്തോഷത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ രാധികയ്ക്കാണെങ്കിൽ കാഞ്ചനയുടെ ആ ഒരു ഐഡിയ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിലേറെ സന്തോഷം. ഇനിയൊന്നും പറയണ്ടല്ലോ, എല്ലാം ക്ലീനായി. അപ്പോൾ ഇനിയിപ്പോൾ ഗീതുവിനിട്ട് 8ൻ്റെ പണി കൊടുക്കുക, അതുമാത്രമാണ് ഒരു ചിന്തന. പക്ഷേ ഈ രേഖയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഗീതുവിനെ രക്ഷിക്കണം എന്ന് മാത്രമേ ഒരു ഉദ്ദേശമുള്ളൂ. അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് നേരെ ഈ നമ്മുടെ രേഖ ഓടി ചെല്ലുകയാണ്. അപ്പോൾ രേഖ ഓടി ചെന്നിട്ട്, ഗീതു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഗീതു, കാര്യമോ? എന്ത് കാര്യം? അതെ, ഇന്ന് ആ കാഞ്ചനയോട് പറഞ്ഞായിരുന്നോ രക്തചന്ദനം എന്തെങ്കിലും പുരട്ടാനായിട്ട്? പറഞ്ഞായിരുന്നല്ലോ. ഏതായാലും ഗീതു, നിനക്കിട്ടൊരു പണി ഒപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനോട് രഹസ്യമായിട്ട് തന്നെ ഈ രേഖ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അവരുടെ പരിപാടി അതാണല്ലേ? എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടറിയുക തന്നെ ചെയ്യണമല്ലോ. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം രേഖ ചേച്ചി, ഞാൻ അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഗീത അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ രേഖയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. ഇതേ സമയം തന്നെ നമ്മുടെ കിഷോറിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അവർണിക. അപ്പോൾ അവർണിക ചെന്നിട്ട്, കിഷോർ, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കിഷോറിന് ഓർമ്മയുണ്ടല്ലോ? അവർണികെ, എന്നെക്കൊണ്ട് അതൊന്നും പറ്റില്ല, നീ വേറെ വല്ല പണിയും നോക്ക് അവർണികെ. കിഷോർ, ഞാൻ ഏതായാലും ഗീതാഞ്ജലിയോട് ഒരു ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ്, യാതൊന്നും സംഭവിക്കുകയില്ല, സിസ്റ്റത്തിൻ്റെ മുന്നിൽ നീ തന്നെ ഉണ്ടാകുമെന്ന്. ഈ രാത്രി മുഴുവനും നീ അവിടെ തന്നെ ഉണ്ടാകണം, ഉറക്കമൊളിച്ച് കാവലായിട്ട് തന്നെ നീ അവിടെ തന്നെ ഉണ്ടാകണമെന്നും പറയുകയാണ്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിഷോറിന് വന്ന കലി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കലി തന്നെയാണ്. ഗീതുവിനോട് നേരത്തെ കിഷോറിന് കലിയാണല്ലോ. അപ്പോൾ ഗീതുവിന് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാനായിട്ട് കിഷോറിന് തീരെ താല്പര്യമില്ല. അപ്പോൾ ഈ അവർണിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടല്ലോ, നീ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗീതാഞ്ജലിയുടെ മുന്നിൽ ഞാനായിരിക്കും നാണം കെട്ട് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് നാണം കെടാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം, ചെയ്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞ് ഈ അവർണിക അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവർണിക പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ കിഷോറിന് എന്ത് ചെയ്യാൻ പാടില്ലാത്തൊരവസ്ഥ. ഇനിയിപ്പോൾ ഇവള് പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഇവളെ എന്നെ എടുത്ത് പള്ളേ കളയും. അത് വേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ശരി എന്നും വിചാരിച്ച് എന്തെങ്കിലും ആവട്ടെ, പോയിരിക്കാം, ഇന്ന് ഉറക്കൊഴിയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ആകെ ടെൻഷൻ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗീതുവിൻ്റെ അച്ഛനെയും അമ്മയാണ്. അപ്പോൾ ഗീതുവിൻ്റെ അച്ഛൻ ഭദ്രം വന്നിട്ട്, ഞാനൊരു കാര്യം പറയട്ടെ, ഏതായാലും ഗീതുവിന് വേണ്ടി നമ്മൾ കൂട്ടു നിൽക്കുകയാണല്ലോ. ഇപ്പോൾ രാധിക മേഡം നമ്മുടെ ശത്രുവാണ്.
ഗീതുവിന് വേണ്ടി നമ്മൾ സകല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ സഹായിക്കേണ്ട കടമ അവൾക്കുണ്ടല്ലോ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗീതുവിൻ്റെ അമ്മയാണെങ്കിൽ ശരിയാ, അവൾക്ക് നമ്മളെ സഹായിക്കേണ്ട കടമയുണ്ട്. ഉണ്ടല്ലോ. അപ്പോൾ എന്താ വേണ്ടത്? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവൾ ചെയ്തു തന്നെ. അല്ല, നിങ്ങൾ എന്താ മനസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഞാൻ പറയാം. ഞാൻ വിശദമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം. നമുക്കേ ഗീതുവിനെ വിളിച്ചിട്ട് ഒരു 50 ലക്ഷം രൂപ ചോദിക്കാം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം നമുക്കില്ല. ഗീതു നമ്മളെ സഹായിച്ചേ മതിയാവുള്ളൂ. നമുക്ക് അവളെ സഹായം തേടാം. അവൾ 50 ലക്ഷം രൂപ തരട്ടെ. അവൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത്. ഗീതുവിനോട് നമ്മൾ 50 ലക്ഷം രൂപയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾ തരുമോ? അവൾ തരുമോ എന്നുള്ളത് സംശയമാണ്. അവൾ തന്നില്ലെങ്കിൽ നമുക്കും അങ്ങോട്ട് പ്ലേറ്റ് മാറാം. അവളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, തന്നെങ്കിൽ തരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആകെ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പിന്നീട് രാധിക മേഡത്തിന് ഈ രക്തചന്ദ്രൻ തേക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ രാധിക മേഡം കാഞ്ചനയെ വിളിക്കുകയാണ്. കാഞ്ചനെ, നിനക്ക് മനസ്സിലായില്ല, എനിക്ക് രക്തചന്ദ്രൻ തേക്കണം. നീ എന്താ ഇങ്ങനെ ലേറ്റ് ആവുന്നത്? രക്തചന്ദ്രൻ എടുത്തോണ്ട് വാ. ഇപ്പം വരാം മേഡം, ഞാൻ രക്തചന്ദ്രൻ എടുത്തോണ്ട് ഇപ്പം വരാം എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന രക്തചന്ദ്രൻ എടുക്കുകയാണ്. അപ്പം രക്തചന്ദ്രൻ എടുത്തിട്ട് മേഡം ഞാൻ രക്തചന്ദ്രൻ കൊണ്ടുവന്നിട്ടുണ്ട്, എന്നാൽ പിന്നെ പറയുന്നത് എന്തിനാണ്, മോന്തയിലായിട്ടും അങ്ങോട്ട് തേക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ കാഞ്ചന രക്തചന്ദ്രൻ ഇങ്ങനെ പെരട്ടി എല്ലായിടത്തും കഴുത്തിലും മുഖത്തും ഒക്കെ ഇങ്ങനെ പെരട്ടി ഇങ്ങനെ കൊടുക്കുകയാണ്. കാഞ്ചനയാണെങ്കിൽ ഭയങ്കര വെപ്രാളത്തോടെ ഇങ്ങനെ മസാജ് പോലെയൊക്കെ ചെയ്ത് രക്തചന്ദ്രനൊക്കെ പിടിപ്പിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും രാധികയ്ക്ക് ഭയങ്കര ഒരു ചൊറിച്ചിലും നീറ്റലും. അപ്പോൾ ഈ കാഞ്ചനോട് ചോദിക്കുകയാണ്, ഇതെന്താ കാഞ്ചനെ, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടല്ലോ. അത് മേഡത്തിന് വെറുതെ തോന്നുന്നതായിരിക്കും, എപ്പോഴും മേഡം പെരട്ടുന്നതല്ലേ, പിന്നെന്താ ഇപ്പം മാത്രം ഒരു ബുദ്ധിമുട്ട്? അല്ല, എനിക്ക് മോന്ത ആകെ നീറുന്നുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, ആകെ ചൊറിച്ചിട്ടുണ്ട്, അയ്യോ എനിക്ക് ചൊറിയുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ രാധികയാണെങ്കിൽ മുഖമൊക്കെ പിടിച്ച് ചൊറിയാണ്. മേഡം അവിടെ കിടക്കും മേഡം, നീ ഒന്ന് മാറി നിന്നേ, എൻ്റെ മുഖം ആകെ വല്ലാത്തൊരു അവസ്ഥയായിരിക്കണം, എനിക്കിതൊന്നും വേണ്ട. അപ്പോൾ രാധിക ഓട്ടം ഓടി നേരെ വാഷ് ബേസിൽ പോയി ഇങ്ങനെ മുഖം കഴുകുകയാണ്. എന്നിട്ട് മുഖത്തിൻ്റെ പുകച്ച് നിൽക്കുന്നില്ല. അതേ കാഞ്ചന, നീ സത്യം പറഞ്ഞോ, ഇതിലെന്താ? അയ്യോ മേഡം, എനിക്കൊന്നും അറിയാൻ പാടില്ല മേഡം, ഞാനൊന്നും ചെയ്തില്ല, എപ്പോഴും ഞാൻ മേഡത്തിന് ഇതെല്ലാം പെരട്ടിത്തരുന്നല്ലേ, അല്ലാതെ പിന്നെ എനിക്ക് എന്തറിയാം മേഡം എന്ന് പറഞ്ഞ് ഈ കാഞ്ചനയാണെങ്കിൽ ഭയങ്കര രീതിയിൽ സംസാരിക്കണം. അപ്പോൾ രാധികയ്ക്കാണെങ്കിൽ വേദന സഹിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മുഖത്തിന് എന്തോ പറ്റുന്നുണ്ട്. അപ്പം മുഖത്തിലേക്ക് സോപ്പിട്ട് കഴുകുക, വീണ്ടും തണുത്ത വെള്ളം കോരിയൊഴിക്കുക. അയ്യോ എൻ്റെ മുഖം പോയേ എന്നും പറഞ്ഞുകൊണ്ട് കരച്ചിലേ. കാഞ്ചനയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു കോമഡിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മുടെ രേഖയും അതേപോലെ തന്നെ ഗീതവും ഇത് കാണുകയാണ്. ഇവർക്കും ചിരി സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പം നാളെ ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് നമുക്ക് കണ്ടറിയുക തന്നെ ചെയ്യാം. അപ്പം നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണണേ. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.